തലസ്ഥാനത്ത് നിന്ന് മനോഹരമായൊരു ഇ.ഡി. റെയ്ഡിന്റെ വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അതും രായു മുതലാളിയുടെ സ്വന്തം ഏഷ്യാനെറ്റ് ചാനലിലൂടെ. എന്തിനേറെ പറയുന്നു, മുതലാളി മത്സരിക്കാൻ പോകുന്നുവെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയ ഇടതുപക്ഷത്തിന്റെ നേമത്തുള്ള സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഇ.ഡി. എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇ.ഡി. എത്തിയിരിക്കുകയാണ്. CPM ഭരിക്കുന്ന തിരുവനന്തപുരം നേമം സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ ഇ.ഡി. റെയ്ഡ്. ബാങ്ക് ആസ്ഥാനത്തും മുൻ ഭാരവാഹികളുടെ വീടുകളിലുമടക്കം 5 ഇടത്താണ് പരിശോധന. ബാങ്കിൽ 93 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് പോലീസ് റിപ്പോർട്ട്. ഓപ്പറേഷൻ നേമം രായു മുതലാളി ഇ.ഡി. വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. ലക്ഷങ്ങളുടെ തട്ടിപ്പാണത്രേ. ഏത് തലസ്ഥാന ജില്ലയിൽ BJP നേതാക്കന്മാരും കൗൺസിലർമാരും ചേർന്ന് ഒരു BJP കൗൺസിലറായിട്ടുള്ള തിരുമല അനിലിന്റെ സൊസൈറ്റിയിൽ നിന്ന് 2 കോടി രൂപ അടിച്ചുകൊണ്ട് പോയി അയാളെ ആത്മഹത്യ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇവിടേക്ക് ഇ.ഡി. വന്നതേയില്ല. ഇ.ഡിക്ക് ആ 2 കോടി എവിടെ പോയെന്ന് അറിയേം വേണ്ട. BJP നേതാക്കന്മാരുടെ വീട്ടിലിരിക്കുന്ന പണം പാവപ്പെട്ട തിരുമല അനിലിന്റെ കുടുംബവും ആത്മഹത്യയുടെ വക്കിലെത്തിയ സന്ദർഭത്തിലും ആ കോടി BJP-ക്കാർ അടിച്ചുകൊണ്ട് പോയപ്പോ പോകട്ടെ എന്ന് ഗ്രീൻ സിഗ്നൽ കാണിച്ചു കൊടുത്ത അതേ രായു മുതലാളി തിരുവനന്തപുരത്തെ BJP കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ അനിൽ പ്രസിഡന്റായ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് നമ്മുടെ മുൻപിലേക്ക് വന്നത്. ഒന്ന്, അന്വേഷണം ഊർജിതമാക്കുന്നു. ഒരുപക്ഷെ കുടുംബത്തിന്റെ മൊഴി വരും സമയങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ട് ജോയിന്റ് രജിസ്ട്രാർക്ക് കൈമാറിയെന്നതാണ്. സംഘത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാനസ പറയും അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന്. മാനസ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ജോയിന്റ് രജിസ്ട്രാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ സംഘത്തിൽ നടന്നിട്ടുണ്ട് എന്നതാണ് ആ റിപ്പോർട്ടിലെ പരാമർശമെന്ന് അറിയുന്നു. പിന്നാലെ പെരിങ്ങമല സർവീസ് സഹകരണ ബാങ്ക് ഓർമ്മയില്ലേ? മുതലാളിയുടെ വലം കൈയായിട്ട് നടക്കുന്ന ടോർച്ച് സുരേഷ് 1 കോടി രൂപ അടിച്ചോണ്ട് പോയി. കൈയോടെ പിടിച്ചു. 1/2 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം കൊടുത്തു. മിണ്ടാതെ ഉരിയാടാതെ കൊണ്ടുപോയി അടച്ചു. അവിടെയും ഇ.ഡി. വന്നില്ല. ഇപ്പോ നേമത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സർവീസ് സഹകരണ ബാങ്ക്, അവിടേക്ക് ഇ.ഡി. വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം? നേരത്തെ കരുവന്നൂരിൽ ചെമ്പ് ഗോപി ഇതുപോലെ അഴിമതിയാണ്, ഇ.ഡി. വരൂ എന്നൊക്കെ വിളിച്ചു വരുത്തി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. എന്ത് സംഭവിച്ചു? തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ പേരിൽ നടത്തിയ ഒരു നാടകത്തിനപ്പുറം അതിലെ നിക്ഷേപകർക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തു കൊടുത്തിട്ടില്ല. ഇതും നേമത്തൊരു കുളം കലക്കാൻ വേണ്ടിയുള്ള ഇ.ഡി. തന്ത്രമാണ്. നാട്ടുകാർക്കിപ്പോ പണ്ടത്തെ പോലെയല്ല. കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് നാട്ടുകാർക്ക് അറിയാമെന്ന് പറയുന്ന പോലെയാണ് രായു മുതലാളി നേമം നോക്കി വാല് പൊക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴേ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോഴേ തുടങ്ങിയാലേ അവിടെ കുളം കലക്കി മീൻ പിടിക്കാൻ പറ്റൂ. അതിനുവേണ്ടി ഇടതുപക്ഷത്തിന്റെ സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഇ.ഡിയെ കയറ്റി വിട്ടിട്ട് കുറച്ച് വാർത്ത ഉണ്ടാക്കണം. അതിന് മുതലാളിയുടെ പോക്കറ്റിൽ തന്നെ ഒരു ചാനലുണ്ട്. ആ ചാനലിലൂടെ വാർത്ത വരുന്നു. ഇ.ഡിയുടെ സ്വന്തം മനോരമയുണ്ട്. നാളെ മുതൽ മനോരമയ്ക്ക് ആഘോഷിക്കാം. അതിനുവേണ്ടി ഇല്ലാത്ത കഥകളുണ്ട് എന്ന് പുറത്തേക്ക് ഇ.ഡിയെ കൊണ്ട് പറയിപ്പിച്ച് വാർത്തയാക്കുക. കരുവന്നൂരിൽ ഇവർ പറഞ്ഞ അഴിമതിയെല്ലാം ആവിയായി പോയി. ഇപ്പോൾ അവിടെ ഏതെങ്കിലും നിക്ഷേപകർ പുറത്തേക്ക് വരുന്നുണ്ടോ? ഇ.ഡി എത്ര രൂപ അവർക്ക് തിരിച്ചു കൊടുത്തു? BJP തിരിച്ചു കൊടുത്തു? ആരും ഒന്നും ചെയ്തില്ല. അവർ വാർത്ത കൊടുത്തു. അവിടെ സെറ്റിട്ട് ക്യാമറകളെ നിർത്തി പദയാത്ര നടത്തി ഗോപിയെ കൊണ്ട് പദ തുപ്പിച്ചു. ഇതല്ലാതെ മറ്റെന്തെങ്കിലും നടന്നോ? അതിന്റെ മറ്റൊരു വേർഷനാണ് നേമത്ത് അരങ്ങേറുന്നതെന്ന് മനസ്സിലാക്കാൻ അങ്ങ് സുരേഷ് ഗോപിയുടെ വീട് വരെ പോണമെന്നില്ല. ഇവിടെ തലസ്ഥാനത്ത് അരിയാഹാരം കഴിക്കുന്നവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. ഇത്തരം ഓൾഡ് നമ്പറൊക്കെ ഇറക്കാതെ ഇ.ഡിയെ പോലുള്ള വേട്ടപ്പട്ടിയെ കൊണ്ടുവന്ന് സഹകരണ ബാങ്കുകളിൽ കയറ്റുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്നവർ കോടിക്കണക്കിന് രൂപ അടിച്ചോണ്ട് പോയതിൽ വാ തുറക്കാത്തവർ, കൊടകര കുഴൽപ്പണം BJP-ക്കാർ കൂട്ടത്തോടെ അടിച്ചോണ്ട് പോയതിൽ ഇ.ഡിക്ക് അന്വേഷിക്കേണ്ട എന്ന് തോന്നിയിടത്തു നിന്ന് നേമത്തെ ഇടതുപക്ഷ സഹകരണ ബാങ്കിലേക്ക് വരുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? ഇതൊക്കെ സ്ഥിരം നമ്പറാണ്. നാട്ടുകാർ തിരിച്ചറിയുക. നമുക്ക് നോക്കാം മുതലാളിയുടെ പുതിയ നാടൻ പട്ടിയായിട്ടുള്ള ഇ.ഡി ഏതുവരെ പോവും, ഏതുവരെ കിടന്ന് കുരയ്ക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.